പുന്നയൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. 5 പതിറ്റാണ്ടായി പുന്നയൂർ പഞ്ചായത്ത് ഭരിച്ച UDF നേതൃത്വത്തിന് സാധിക്കാത്ത കാര്യങ്ങളാണ് കേവലം 5 വർഷം കൊണ്ട് LDF നടത്തിയത്. ഇതിൽ പ്രധാനമാണ് ആധുനിക വാതക ശ്മശാനം. യന്ത്ര സംവിധാനത്തിനുള്ള പ്രവർത്തനമാകുമ്പോൾ അതിന് തകരാറുകൾ സംഭവിക്കാം. ഇത് മനസ്സിലാക്കാതെ ആക്ഷേപം ഉന്നയിക്കുന്നതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്നും LDF നേതൃത്വം പറഞ്ഞു. 1 വർഷ ഗ്യാരണ്ടിയോടെയാണ് ശ്മശാനം പ്രവർത്തിക്കുന്നത്. 1 വർഷക്കാലയളവിനുള്ളിൽ ഏത് തരത്തിലുള്ള തകരാറുണ്ടായാലും കമ്പനി ശരിയാക്കി നൽകണം എന്നതാണ് കരാറിലെ വ്യവസ്ഥ. ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കമ്പനിക്കെതിരെ നടപടികൾ സ്വീകരിക്കാം. എന്നാൽ UDF ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാൻ LDF എന്തോ കൊള്ളരുതായ്മ കാണിച്ചു എന്ന നിലയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. നിലവിൽ അധികാരമുള്ള UDF ശ്മശാനത്തിന്റെ തുടർ പ്രവർത്തനം നടത്തുന്നില്ല. നിർമ്മാണത്തിനായി വലിച്ച താൽക്കാലിക വൈദ്യുതി ലൈൻ സ്ഥിരം ലൈനാക്കി മാറ്റാൻ 4 മാസമായിട്ടും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്യാമറയിലേക്ക് വൈഫൈ കണക്ഷൻ നൽകിയില്ല. കെട്ടിടത്തിന്റെ ചുമരിനു മുകളിൽ അലങ്കാരത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകൾക്കിടയിലൂടെ പക്ഷികൾ കാഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊന്നും പരിഹരിച്ചിട്ടില്ല. നിലവിലെ ഇത് മറ്റേ റൂഫാവുമ്പോൾ അവിടെ ആ റൂഫിനോട് ചേർന്ന് ചുമര് പൊട്ടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? ഒരു ഗ്രില്ല് കൊടുക്കണം. ഒരു ഗ്രില്ല് കൊടുത്തപ്പോഴാണ് അതിന് വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വലിയേക്ക് പക്ഷി വരുന്നു നമുക്ക് മനസ്സിലാവണം. സ്വാഭാവികത്തിൻ്റെ ഉള്ളിലൊരു നെറ്റ്, ഈ കൊതുവലയൊക്കെ വരുന്നത് പോലുള്ള ഒരു നെറ്റ് അടിച്ചു കൊടുത്താൽ ആ പ്രശ്നം തീരും. ഇതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട പടികളാണ്. ആ എസ്റ്റിമേറ്റിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട്, പ്രതീക്ഷിക്കേണ്ടതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പക്ഷെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് കാണുന്നില്ല. പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാമല്ലോ. ഈ എസ്റ്റിമേറ്റിൽ പണം ബാക്കിയുണ്ട്, അത് ഉപയോഗിച്ച് ചെറിയ മാറ്റം, ഇത് റിവേഴ്സൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വർക്ക് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അതിലിത് മാറ്റി കൊടുക്കാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷെ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ കാര്യം. ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം ഉണ്ടെന്നാണ് പറഞ്ഞത്. LDF ഭരണസമിതി നടപ്പാക്കിയ പദ്ധതിയായതിനാൽ അതിനെ തകർത്ത് നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി രാഷ്ട്രീയമായി വിഷയത്തെ ഉപയോഗപ്പെടുത്തുന്നത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ, CPIM പുന്നയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA വഹാബ്, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ, AK വിജയൻ, ഷമീം അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.